ശ്രീജിത്ത് പണിക്കർ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പ്രത്യേക ഏക്ഷൻ കൈവശമുള്ള, എന്തിനു പറയുന്നു, രണ്ട് ചങ്ക്, ഇരട്ട ചങ്കുള്ള ഒരാൾക്ക് ഒരു ചെറിയ കൂവൽ കേട്ടാൽ ഭയം വരുമോ? ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന് ഒരു നിസ്സാരം ഒരു കൂവൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. കൂവിയ ആളെ പോലീസ് വന്നു, പിടിച്ചു, അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, ജയിലിലേക്ക് കൊണ്ടുപോയി. എന്താണ് ശ്രീജിത്ത് പണിക്കർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഒരു പൊതുപ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ, നമ്മുടെ ഭരണസാരഥ്യം വഹിക്കുന്ന ഒരാളിനെ, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുക, അദ്ദേഹത്തിനോട് വിയോജിപ്പുകൾ ഉണ്ടാവുക, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുക, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇത് ശ്രീ പിണറായി വിജയനും ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതല്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രഗിളുണ്ട്. അദ്ദേഹം പാർട്ടി പ്രവർത്തകനായിട്ട്, ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്, കണ്ണൂരിലെ നേതാവായിട്ട്, സംസ്ഥാന നേതാവായിട്ട്, അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ആരാലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അനിഷേധ്യനായിട്ടുള്ള ഒരു നേതാവായതിനു ശേഷമാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെയാണ് താൻ രാഷ്ട്രീയത്തിലൂടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി കയറി വന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ആരുടെയും ജീവചരിത്രം നോക്കിയിട്ട് പറയേണ്ട, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിലൂടെ ഞാൻ വന്നു, ബ്രണ്ണൻ കോളേജിൽ ഞാൻ പ്രത്യേക ഏക്ഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഇതിനെപ്പറ്റി സ്വയം പറയാറുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് എന്നുള്ളതാണ്. കോളേജിലാണെങ്കിലും അങ്ങനെ തന്നെ, അതല്ല പിന്നീടാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും ലളിതമായിട്ട്, ഏറ്റവും മിനിമലായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതിഷേധമെന്ന് പറയുന്നത് കൂവലാണ്. ആ കൂവലിന് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ കാരണമില്ലാതെ ആൾക്കാർ കൂവും. പണ്ടൊരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, മലയാളത്തിലെ ഒരു നടൻ അദ്ദേഹത്തിനെ ഒരു വേദിയിൽ വെച്ചിട്ട് കൂവിയപ്പോൾ ആ കൂവിയ ചെറുപ്പക്കാരനെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയതിന് ശേഷം മൈക്കിൽ കൂടി കൂവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആ പുള്ളി ഭയങ്കര എംബാരസ്ഡ് ആയിപ്പോയി. അങ്ങനെ കൂവിച്ചിട്ടേ വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കൂവൽ എന്ന് പറയുന്നതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മനസാന്നിധ്യം ഒന്ന് ഉറപ്പിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ് അതിനെ നേരിടേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അതിനെ വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനോട് വലിയ ബുദ്ധിമുട്ടോടു കൂടി അതിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതികളിലാണ് ആൾക്കാർ പൊതുവെ അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കൂവുക എന്നൊക്കെ പറയുന്നത് ചീള് കേസാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിനുള്ള അധികാരം ആൾക്കാർക്കുണ്ട്, സമരം ചെയ്യുന്നതിനുള്ള അധികാരം ആൾക്കാർക്കുണ്ട്, സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം ആൾക്കാർക്കുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ പോലീസ് അവിടെ വരുന്നു, അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വമൊക്കെ നോക്കിയതിന് ശേഷം ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ പോകുന്നതിൻ്റെ പേരിൽ ഒരാളിനെ മുഖ്യമന്ത്രിയുടെ ഒരു സുരക്ഷയെ കരുതിയൊക്കെ അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ലേശം ഓവറാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഇത് പെട്ടെന്ന് അങ്ങനെ വരുന്ന ഒരു കാര്യമല്ലല്ലോ. കുറച്ച് നാൾ മുമ്പ് ഇത് കറുപ്പായിരുന്നു അല്ലേ? കറുത്ത നിറം മുഖ്യമന്ത്രിയുടെ ഒരു സമ്മേളനത്തിലേക്ക് കരിങ്കൊടി ആരെങ്കിലും വീശുമോ എന്ന് പേടിച്ചിട്ട് കറുത്ത വസ്ത്രം ധരിച്ചിട്ട്, കറുത്ത ഷർട്ട് ഇട്ടിട്ട് വരുന്ന ആൾക്കാരെ ഒഴിവാക്കി. കറുത്ത നിറത്തിലുള്ള മാസ്ക് ധരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് ആ എൻട്രി പോയിന്റിൽ വെച്ചിട്ട് പോലീസുകാരവരെ തടഞ്ഞിട്ട് അവർക്ക് നീലയും മഞ്ഞയും നിറത്തിലുള്ള മാസ്ക് കൊടുത്തിട്ട് അവരെ അകത്തേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഈ കയറ്റി വിട്ടു. അപ്പോൾ ഈ കറുപ്പ് നിറമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഒരു തവണ എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്തോ മറ്റോ ആണ്, നമ്മുടെ മെട്രോയുടെ അടുത്തുള്ള എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മെട്രോയുടെ അവിടെ താഴെ ആ ഭാഗത്ത് എവിടെയോ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം അവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് കറുത്ത വേഷമിട്ട 2 ട്രാൻസ്ജെൻഡർ ആൾക്കാർ അതിൽ നടന്നു പോകുന്ന സമയത്ത് അവരെ പോലും കസ്റ്റഡിയിലെടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ രീതിയിലത്തേക്ക് ഒരു ഭരണാധികാരി പോകേണ്ടത് ആവശ്യമുണ്ടോ? സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് കോടതി പോലും ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളും വന്നിരുന്ന സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൂപ്പർലേറ്റീവാണ്. അതായത് എൻ്റെ നേതാവിന്, എൻ്റെ മുഖ്യമന്ത്രിക്ക് കൂവുന്നതോ ഒരാൾ കരിങ്കൊടി കാണിക്കുന്നതോ വലിയ അസ്വസ്ഥത ഉണ്ടാക്കും എന്ന് ധാരണയുള്ള ഒരുപറ്റം അണികളെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും സമാധാനപരമായ പ്രതിഷേധത്തിന് വേണ്ടി കരിങ്കൊടിയുമായിട്ട് വരുന്ന സമയത്ത് ഇവർ കയറിയെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിനെ പോലും തള്ളിപ്പറയേണ്ടെന്ന് മുഖ്യമന്ത്രി എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ കണ്ടതല്ലേ, എൻ്റെ മുന്നിൽ വാഹനത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരാൾ
അയാളുടെ എന്തെങ്കിലും അയാൾക്ക് പ്രശ്നം പറ്റുമെന്ന് കരുതിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരെല്ലാവരും കൂടി ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു അതെ. തെറ്റായിട്ടുള്ള ഒരു മനോനിലയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഷ തന്നെ എടുത്തു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു മനോനിലയാണത് കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി സഹിഷ്ണുതയാവാം എന്നെനിക്ക് തോന്നുന്നു. അല്ല, അത് ഭീരുക്കളാണ് സാധാരണ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കറുപ്പിൻ്റെ കാര്യം ഞാനത് ശ്രദ്ധയിൽപ്പെടുത്താൻ വരികയായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്കിടയിൽ ഈ കറുത്ത ചുരിദാറിട്ട് വന്ന ഒരു പെൺകുട്ടിയെ, ഒരു ചെറുപ്പക്കാരിയെ പോലീസ് അവിടുന്ന് മാറ്റി നിർത്തി. അവരെ അറസ്റ്റ് ചെയ്തില്ല, ഭാഗ്യം കൊണ്ട്. ഇല്ലെങ്കിൽ അന്ന് അവരെ അറസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ റിമാൻഡ് ചെയ്തേനെ. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വകുപ്പ് ചുമത്തി. ഇവിടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുക, ഹെൽമറ്റ് എടുത്ത് തലക്കടിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇത്ര ദുർബലനാണോ നമ്മുടെ മുഖ്യമന്ത്രി? ഒരു കൂവൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനിയന്ത്രണം മുഴുവനും നഷ്ടപ്പെട്ടോ? പോലീസ് വരുന്നു, ഓടിച്ചിട്ട് പിടിക്കുന്നു, ഒരു വലിയ ബഹളം തന്നെ. എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ പലപ്പോഴും ഒരു നേതാവിനെ ആൾക്കാർ സ്വീകരിക്കുന്നത്, പൊളിറ്റിക്കൽ ലൈൻസിന് അക്രോസ് ആയിട്ട് ആൾക്കാർ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതു ഇടത്ത് അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതെ. ഇപ്പോൾ CPM-കാരെ സംബന്ധിച്ചിടത്തോളം, BJP-കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അവർ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എതിർക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പൊതുസമൂഹത്തിൽ ഇറങ്ങി അദ്ദേഹം പല ആക്ടിവിറ്റികളും ചെയ്യുന്നതിനെ എല്ലാ കാലവും എൻഡോഴ്സ് ചെയ്യാൻ മാത്രമേ അവരോട് ചോദിച്ചാലും അവർക്ക് കഴിയുകയുള്ളൂ. കാരണം അങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് പോവുക, ഒരു നേതാവ് എപ്പോഴും അപ്രോച്ചബിൾ ആയിരിക്കുക, ആക്സസിബിൾ ആയിരിക്കുക, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർക്ക് വന്നിട്ട് യാതൊരു വിധത്തിലുള്ള ഭയമോ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഇൻഹിബിഷനും കൂടാതെ വന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുക, ഇതൊക്കെ തന്നെ ഒരു നേതാവിനെ ജനകീയമാക്കുന്നതാണ്. അതിന് നാട് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു ഫെയർവെലാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ കണ്ടത്. എങ്ങനെയാണ് തിരുവനന്തപുരം മുതൽ അല്ലേ നമ്മൾ കണ്ടതല്ലേ, അദ്ദേഹം പുതുപ്പള്ളി വരെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ എങ്ങനെയാണ് ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത് എന്ന് കണ്ടതാണ്. കോൺഗ്രസ്സുകാരല്ലല്ലോ അത് ചെയ്തത്, കോൺഗ്രസ്സുകാരും ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാ ആൾക്കാരും അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പൊതുസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഒരു വേള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിക്ക് കല്ലേറുണ്ടാകുന്ന സമയത്ത് പോലും അദ്ദേഹം വളരെ സംയമനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പെരുമാറുക? അദ്ദേഹത്തിൻ്റെ ഒരു മൈക്കിനൊരു പ്രശ്നമുണ്ടെങ്കിൽ മൈക്ക് ഓപ്പറേറ്ററോട് അദ്ദേഹം തട്ടിക്കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ ആ ചടങ്ങിനെ ആങ്കർ ചെയ്യുന്ന ഒരു MC എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ആ പറയുന്ന വാക്കിൽ പിടിച്ചുകൊണ്ട് അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ രീതിയിലത്തേക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ്? മറിച്ച് അദ്ദേഹത്തിന് വേറൊരു അപ്രോച്ച് ആയിക്കൂടെ? അതായത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൈക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ ഒരു തമാശയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഡസൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മൈക്ക് എവിടെയെങ്കിലും ഒന്ന് മാൽഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അതിനെ തമാശയായിട്ടൊക്കെ തന്നെ പറയാറുണ്ട്. പത്രക്കാർക്ക് അടുത്ത വാർത്തയായി എന്ന രീതിയിലത്തേക്കോ ഈ മൈക്ക് ഞാനും തമ്മിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അത് ഈ സദസ്സിൽ നിന്ന് തന്നെ അതർവൈസ് മുഖ്യമന്ത്രി വലിയ കടുംപിടുത്തക്കാരനാണ് എന്ന് കരുതി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ പോലും ഒരു പൊട്ടിച്ചിരിയിലേക്ക് നയിക്കാറുമുണ്ട്. അതിൻ്റെ കാരണം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ എല്ലാം ഉള്ളിലത്തെ ഫീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്താൽ, ഇപ്പോൾ ഈ കൂവുന്നു ഒരു വ്യക്തി, ആ വ്യക്തിയെ ആ സമയത്ത് തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ്, ആ സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പറയാമല്ലോ, വിട്ടേക്കൂ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന സ്വീകാര്യത എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ കൂവാൻ പോലും ആൾക്കാർ മടിക്കും അല്ലേ? ഈ കൂവിയിട്ടൊന്നും അദ്ദേഹത്തിന് ഒന്നും ഒരു മൈൻഡല്ല എന്ന രീതിയിലത്തേക്ക് നോക്കിയതിന് ശേഷം അതിന് പോലും ആൾക്കാർ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഒരുപക്ഷെ ഈ എതിർപ്പുണ്ടാക്കുന്ന ആൾക്കാരെ കൂടി തൻ്റെ അനുകൂലമായിട്ട് തൻ്റെ ഭാഗത്തേക്ക് നിർത്തേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ മുഖ്യമന്ത്രിക്ക് അതിന് സാധിക്കുന്നില്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെയൊക്കെ തന്നെ വളരെ പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. പോലീസ് നമ്മൾ ഈ പല വിഷയങ്ങളുടെയും വീഡിയോ ഒക്കെ വന്നതിന് ശേഷവും അതേ നിലപാട് ആദ്യം പറഞ്ഞിരിക്കുന്നത് തന്നെ ആവർത്തിക്കുക എന്ന് പറയുന്നതും കഷ്ടമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത് കേൾക്കാൻ ഇടയായാൽ അവർ അദ്ദേഹത്തിനോടൊന്ന് പറയുക, നമ്മളൊന്ന് മുഖത്തൊരു ചിരി കൊണ്ടുവന്നത് കൊണ്ടോ ആൾക്കാരോട് കുറച്ചുകൂടി സൗഹൃദമായിട്ട് പെരുമാറിയത് കൊണ്ടോ അത്ര കാർക്കശ്യം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലും കാണിച്ചില്ല എങ്കിലോ നമ്മുടെ സ്വീകാര്യത വർദ്ധിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചറിയേണ്ട ഒരു സത്യം അതാണ്. ഈ എതിരാളികളെ പോലും ഒരു ചിരി കൊണ്ട്, ഒരു സൗഹൃദം കൊണ്ട് തൻ്റേതാക്കി മാറ്റുന്നത്. നമ്മളത് ഉമ്മൻചാണ്ടിയുടെ കാര്യം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ പലപ്പോഴും അത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. പത്രസമ്മേളനങ്ങളിലും മറ്റുമൊക്കെ ഉമ്മൻചാണ്ടി എത്ര ഭംഗിയായിട്ടാണ് പത്രക്കാരെ പോലും കയ്യിലെടുക്കുന്നത്. എത്ര കടുത്ത ചോദ്യങ്ങൾ വന്നിരുന്നാലും അദ്ദേഹം വളരെ എന്താ പറയണ്ടേ, ലളിതമായിട്ട് വളരെ സരസമായിട്ട് സംസാരിച്ച് ചിരിച്ച് അവരെ കയ്യിലെടുക്കും.
അത് പലരും, ഞാൻ പറയുന്നത് അങ്ങനെ പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പം ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നരേന്ദ്രമോദി തന്നെ അങ്ങേക്കറിയല്ലോ, മൈക്കിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ. വളരെ വൈറലായൊരു വീഡിയോ ഉണ്ട്. മോഡി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് പെട്ടെന്ന് ചീത്തയായി. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മൈക്ക് ഒന്ന് മാറ്റിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ജനം കോൺഗ്രസിനെയും മാറ്റും എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് ആ സദസ്സിനെ അങ്ങ് അദ്ദേഹം വല്ലാണ്ടങ്ങ് കയ്യിലെടുക്കും. ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ആകാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മലയാളി ആഗ്രഹിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഈ കൂവലിൻ്റെ മനഃശാസ്ത്രം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചർച്ച ചെയ്തതിൽ, അതൊന്ന് പങ്കുവച്ചതിൽ വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.